ഹലോ, വെൽക്കം ടു മൈ ചാനൽ. തേർഡ് എപ്പിസോഡിൽ എല്ലാവർക്കും വെൽക്കം. സോ ഇന്നത്തെ ടോപ്പിക് ഇതാണ്, യു കെയിൽ എളുപ്പമായിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടുമോ ഇല്ലയോ ഫോർ ദ സ്റ്റുഡൻസ്. 3.5 years ആയിട്ട് എൻ്റെ ഈ എക്സ്പീരിയൻസിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ നാട്ടിലിരുന്ന് ഞങ്ങൾ ഈ സി വിസ് ഒക്കെ മേക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് അവിടെ ചെന്നിട്ട് നീ ഈ സി വിസ് ഒക്കെ കൊടുക്കണം, സി വി റെഡിയാക്കി വരുന്നത് സിമ്പിൾ സി വി ആയിരിക്കണം. എന്നെപ്പോലെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. കുറേ പേര് എന്നെപ്പോലെ മിസ്റ്റേക്ക് ഞാനും ഇങ്ങനെ യൂട്യൂബിലും ഇതിലൊക്കെ കണ്ടിട്ട് ഫോട്ടോസ് വിത്ത് ഭയങ്കര എഡിറ്റിങ്ങും 2 പേജിൻ്റെ സി വി 3 പേജിൻ്റെ സി വി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അത് ഞങ്ങളുടെ എപ്പോഴും റിജക്ഷനിൽ തന്നെ ആയിരിക്കും. വെരി സിമ്പിളി ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യ പോലെ കൂടുതലായിട്ട് 3 പേജ് എഴുതിയ അതിൽ കൂടുതൽ ഹോബീസ്, ലാംഗ്വേജ് ഇതൊക്കെ ഞങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് റിജക്ഷനിലോട്ടാണ് പോകുന്നത്. സോ അത് എപ്പോഴും മൈൻഡിൽ വെക്കുക. ഡോണ്ട് ആഡ് എവറിത്തിങ് ലൈക്ക് ഹോബീസ്. ഞാനിപ്പോൾ 3 പേജിൽ എനിക്ക് അബദ്ധം പറ്റിയതാണ് ഞാനീ പറയുന്നത്. 3 പേജിൽ ഞങ്ങൾ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ആസ് ലൈക്ക് ഇൻ ഇന്ത്യ ലൈക്ക് ലാംഗ്വേജ് ഞങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ് ആൻഡ് ലൈക്ക് ഹോബീസ്, പിന്നെ ഞങ്ങളുടെ സർട്ടിഫിക്കേഷൻ, എവറിത്തിങ് വി ആർ ആഡപ്പ്. അതൊന്നും അവർ നോക്കാറില്ല. സ്പെഷ്യലി അവർക്ക് ഈ 3 പേജുള്ള സി വി അവർക്ക് തീരെ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. സോ ഇത് എപ്പോഴും മൈൻഡിൽ വെക്കുക. ഫസ്റ്റ് തിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. ഞങ്ങൾ ഏത് ജോബിനാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ജോബിനാണ് പോകുന്നത്, അതോ ഞങ്ങളിപ്പോൾ ഒരു മോളിൽ വർക്ക് ചെയ്യാൻ പോവുകയാണോ, ലൈക്ക് വാട്ട് ഈസ് ദ പ്രൊഫഷൻ ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളിപ്പോൾ ഏത് പ്രൊഫഷൻ, ഇപ്പോൾ ഞാൻ സൂപ്പർ ഡ്രഗ്സിൽ നോക്കുക, അതോ ബൂട്ട്സിൽ നോക്കുക, അതൊരു മേക്കപ്പ് ഇൻഡസ്ട്രിയാണ്. അന്നേരം എനിക്ക് അതിലുള്ള എക്സ്പീരിയൻസ് എന്തായിരിക്കും? ഞങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് മാറ്റർ അല്ല. ഈ യു കെയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും പറയുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കിട്ടാത്തതെന്ന്. ബട്ട് നോ, ദ റിയാലിറ്റി ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. യു ഹാവ് ടു ബിൽഡ് അപ്പ്. നിങ്ങൾ തന്നെ ആ ഒരു സി വിയിൽ നിങ്ങൾക്ക് കാണിക്കണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് ഇല്ലെന്നുള്ള ഒരു കാര്യം ഒരിക്കലും മെൻഷൻ ചെയ്യാൻ പാടില്ല. സോ ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ഫോർ ലൈക്ക് വാട്ട് പ്രൊഫഷൻ, അതിനെപ്പറ്റി ആദ്യം ഒരു ഇന്ത്യയിൽ ഒരു ജസ്റ്റ് കാണിക്കുക. അവർ ഇന്ത്യയിലൊന്നും വന്ന് നോക്കാനൊന്നും പോകുന്നില്ല. സോ ബെറ്റർ ടു റൈറ്റ് എനിത്തിങ് മേഡപ്പ്, ലൈക്ക് എനിത്തിങ്. ഞാൻ മോളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പം മലബാർ ഗോൾഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് എ സെയിൽസ് ഗേൾ. ഇപ്പോൾ സെയിൽസിനൊക്കെ പോവുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു വർക്കിന് പോവുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ അത് ഞങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നതിന് ഒരു തെറ്റില്ല. ഇതാണെങ്കിൽ ഞങ്ങൾ അധികം ആഡപ്പ് ചെയ്യാതെ കൂടുതൽ എക്സ്പീരിയൻസ് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കൂടുതൽ കിട്ടും. ഈവൻ നിങ്ങൾ ഈ ഇന്ത്യയുടെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് അതിനകത്ത് എഴുതാതിരിക്കുക. 1-2 അതിൽ കൂടുതൽ എഴുതാതിരിക്കുക. കാരണം അത് 2 പേജസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക മോസ്റ്റ്ലി. പിന്നെ ഞങ്ങൾ ഡിഗ്രി മെൻഷൻ ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് നല്ലതായിട്ട് കമ്പ്യൂട്ടറായിട്ട് അറിയാവുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർട്ടിഫിക്കേഷൻ ഇഫ് യു വോണ്ട് ടു മെൻഷൻ ലൈക്ക് അത് കുഴപ്പമില്ല, അത് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ബട്ട് ഡോണ്ട് ആഡ് അപ്പ് ലൈക്ക് ഐ നോ ദിസ് ലാംഗ്വേജസ് ലൈക്ക് തമിഴ്, ഹിന്ദി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേണ്ട ആവശ്യമില്ല. ഇഫ് യു നോ ദ സ്പാനിഷ് ആൻഡ് ലൈക്ക് ജർമ്മൻ, അങ്ങനത്തെ ലാംഗ്വേജ് അറിയാമെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. അതൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ലാംഗ്വേജസ് ഏതൊക്കെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലാതെ ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം അത് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ബട്ട് നോട്ട് ലൈക്ക് ഹിന്ദി. എനിക്ക് മലയാളം അറിയാം, എനിക്ക് തമിഴ് അറിയാം. എന്നെപ്പോലെ മിസ്റ്റേക്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. സോ അത് റിജക്ഷനിലോട്ട് തന്നെ ആയിരിക്കും. കൂടുതൽ അലങ്കാരം, ഐ മീൻ എന്നെ പോലെ ഡിസൈൻസ്, ഞാൻ ഒത്തിരി ഡിസൈൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബി ഹോണസ്റ്റ്ലി ഞാനത് കുറേ പൂക്കളും കുറേ ലൈൻസും ബ്രോഡ്ലി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട. വെരി സിമ്പിളായിട്ടുള്ള ഒരു സി വി ആണ് അവർ ശരിക്കും നോക്കുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് ഞങ്ങൾ അലങ്കരിച്ചിട്ട് അത് ശരിക്കും ഒരു റിജക്ഷനിലോട്ട് തന്നെയാണ് പോകുന്നത്. എൻ്റെ ആസ് എ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. സോ ഡോണ്ട് ലൈക്ക് ഡിസൈൻ ടു മച്ച്. ഒത്തിരി ഡിസൈൻ ഒന്നും ചെയ്യാൻ പാടില്ല. സോ ബി സിമ്പിൾ. ലൈക്ക് വൈറ്റ് പേജിൽ ഞങ്ങൾ ഹെഡിങ്സ് എപ്പോഴും ഞങ്ങൾ ഒരു കുറച്ച് ബോർഡറായിട്ട് ബോൾഡായിട്ട് എഴുതുക. ബാക്കി ഞങ്ങൾ അതിൻ്റെ അത് ആഡപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് മാറ്റർ ചെയ്യുന്നത്. അവർ ശരിക്കും ഞങ്ങൾ സി വിയിൽ എന്താണ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണ് ആദ്യത്തെ അവരുടെ കണ്ണു പോകുന്നത്. സോ യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ UK ഓർ നോട്ട്, അതാണ് ആദ്യം പോകുന്നത്. സോ പാർട്ട് ടൈം ജോബിന് ഞങ്ങൾ ഹണ്ടിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഹണ്ടിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരുന്ന് ഹണ്ട് ചെയ്യുന്നതെന്നല്ല ഉദ്ദേശം. സോ ഇൻ UK നല്ലതായിട്ട് എല്ലായിടത്തും പോയി നമ്മുടെ സി വി പ്രസൻറ്റ് ചെയ്യുക. ഈസ് എനി ജോബ് അവൈലബിൾ ഹിയർ എന്ന് ചോദിക്കുക. അല്ലാതെ മടിച്ച് വീട്ടിൽ കയറിയിരുന്ന് ഞങ്ങൾക്ക് ആരും ജോബ് തരാൻ പോകുന്നില്ല. ഇതാണ് സത്യാവസ്ഥ. സോ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണെങ്കിൽ ഞങ്ങൾ സി വിസ് കുറച്ച് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് നല്ലതായിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. അതും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇപ്പം നിങ്ങൾ റെസ്റ്റോറൻറ്റ് ജോബ്സ് ആയിരിക്കും കൂടുതലും കിട്ടാനുള്ള ചാൻസസ്. കാരണം സെയിൽസിൽ ഇപ്പോൾ നിൽക്കുവാണെങ്കിൽ അവർ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കേ അവർ കൊടുക്കത്തുള്ളൂ. കിട്ടാത്തതിലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കൂടുതലും അവർ ഞങ്ങൾക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ് ജോബ്സ് ആണ് ഞങ്ങൾക്ക് കൊടുക്കുന്നത്. ലൈക്ക് മാക്ഡി, പിസ്സ ഹട്ട്, അങ്ങനത്തെ ഷോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അന്നേരം അവിടെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സി വി എത്ര മാറ്റർ അവർ ശരിയായിട്ടും
എക്സ്പീരിയൻസ് അവർ നോക്കുന്നില്ല. സോ അവർ വലിയ ട്രെയിൻ ചെയ്ത് തന്നെ ഞങ്ങളെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഹയർ ആക്കാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ് അവിടെ. സോ നിങ്ങളത് അതുകൊണ്ട് കുറച്ച് സി വി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഏതൊക്കെ ജോബിന് ഞങ്ങൾ പോകണം. സോ ബെറ്റർ ടു ഡോണ്ട് മേക്ക് ടു മച്ച് ലൈക്ക് എന്നെ പോലെ ഞാനൊരു 10-20 എണ്ണം ഉണ്ടാക്കിയിട്ട് വന്നായിരുന്നു. പക്ഷേ അത് ആ ഒരു സി വി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ സി വി പലതരം ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ സീനിയേഴ്സ് പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ല സി വി ഉണ്ടാക്കുന്നത്, ദിസ് വിൽ നോട്ട് അക്സെപ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ചേഞ്ച് ആക്കേണ്ട വന്നു. പിന്നെ ചേഞ്ച് ആക്കിയിട്ട് പിന്നെ പുതിയതെടുക്കണം, പഴയതൊന്നും വേസ്റ്റ് ആയിപ്പോയി. സോ ആ ഒരു വേസ്റ്റിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു 5 അതിൽ കൂടുതൽ വേണ്ട, 5 സി വിസ് കൈ വെച്ചോ. കാരണം ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു സി വി കൊടുക്കേണ്ടി വന്നെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് എടുത്ത് കൊടുക്കാമല്ലോ. അന്നേരം അത് കൊണ്ട് നിങ്ങളത് ക്രിയേറ്റ് ചെയ്തായിരിക്കും നല്ലത്. നെക്സ്റ്റ് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നത് വരുന്നത് ഏത് ആപ്ലിക്കേഷനിൽ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. സോ എനിക്ക് തോന്നുന്നത് ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഇൻഡീഡായിരുന്നു കൂടുതൽ അപ്ലൈ ചെയ്തത്. ഇൻഡീഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 6 months ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു 100,000 മുകളിൽ എനിക്ക് തോന്നുന്നു കൂടുതലുമായിട്ട് ഞാൻ അതിനകത്ത് എൻഗേജ് ആയിരുന്നു. രാവിലെ തുടങ്ങിയ വൈകിട്ട് നിർത്തുന്ന സി വി സെൻഡ് ചെയ്യലായിരുന്നു പരിപാടി. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇൻഡീഡിൽ അവരധികം എൻഗേജ് അല്ല. സോ ബെറ്റർ ടു ലിങ്ക്ഡിൻ ആണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. സോ യു ഹാവ് ടു ക്രിയേറ്റ് ദ ലിങ്ക്ഡിൻ. ഫസ്റ്റ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ നേരത്തെ ഇവിടെ വന്നിട്ട് നോക്കണ്ട, നേരത്തെ തന്നെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അവർക്ക് നേരിട്ട് കാണാൻ പറ്റും, ഞങ്ങൾക്ക് സി വി കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ദേ ക്യാൻ ചെക്ക് അവർ പ്രൊഫൈൽ, ഞങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം അതിനകത്ത് കാണാൻ പറ്റും. സോ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഞങ്ങൾ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആഡ് ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ പിന്നെ അതിൽ ജോബ് സെർച്ച് ഏറ്റവും നല്ലതായിരിക്കും. കാരണം അതിൽ ജോബ് സെർച്ച് ചെയ്തവർക്ക് കുറേ പേർക്ക് ഇപ്പോൾ 50-60% കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇൻഡീഡിൽ ചാൻസസ് ഇസ് ലൈക്ക് 30% ഐ വിൽ ടെൽ. ലൈക്ക് ബിക്കോസ് ആർക്കും അങ്ങനെ ഇൻഡീഡ് വഴി കിട്ടിയിട്ടായിട്ട് കൂടുതലും UK എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും റെഫറൻസ് ത്രൂ ആണ് ഇവിടെ കിട്ടുന്നത് മോസ്റ്റ്ലി. ദ ഫസ്റ്റ് തിങ് ഈസ് ലൈക്ക് റെഫറൻസ്, അതാണ് അത്. സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് യു ക്യാൻ അപ്ലൈ ലൈക്ക് നേരിട്ട് പോയിട്ട് ഫേസ് ടു ഫേസ് പോയി ചോദിക്കുമ്പോഴാണ് കൂടുതലും കിട്ടുന്നത്. തേർഡ് നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ഇൻഡീഡ് നല്ലതായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് അതിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിൽ മീൻസ് കരിയർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ കരിയർ ഓപ്ഷനിൽ കൂടെ നിങ്ങൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യണം. അതിൽ കാണിക്കുവാണ് അതിൽ ചാൻസസ് ഉണ്ട്, അതിൽ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കൂടുതലും ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പാർട്ട് ടൈം ഹണ്ടിങ് ജോബ്സ് ഹണ്ടിങ് ട്രിക്സ് വിച്ച് ഐ യൂസ്ഡ് ആൻഡ് മോസ്റ്റ് ഓഫ് എൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാം എനിക്ക് പറഞ്ഞു തന്ന ട്രിക്സും ഇതൊക്കെയാണ്. സോ ഇഫ് എനി ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ലെറ്റ് മീ നോ. ഐ വിൽ ടെൽ വട്ട് എവർ. സോ ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടുക. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മൈ യൂട്യൂബ് ചാനൽ. അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എന്നാലേ എനിക്കൊരു പ്രോത്സാഹനം കിട്ടത്തുള്ളൂ. ഞാൻ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പങ്കുവെക്കാനും എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ക്വസ്റ്റ്യൻ ഇടുക. ഞാൻ എന്തായാലും എൻ്റെ ജോബിനെ പറ്റി ഞാൻ എന്തായാലും പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ ഇടുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്.